വരുണും മാനസിയും മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കാൻ പോവുകയാണ്. നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത്. കൺമണി രാവിലെ അമ്മായിമാരും ഗോകുലും വാതിൽ വന്ന് തട്ടുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ അമ്മായിമാരും ഗോകുലാണ് വന്നിരിക്കുന്നത്. അമ്മായിമാരും ഗോകുലും എന്തായി കൺമണി, നീ ഡിസൈൻ വരച്ചോ എന്ന് ചോദിക്കുകയാണ്. കൺമണി, ഞാൻ ഡിസൈൻ വരച്ചു, ഞാൻ ഉറക്കക്ഷീണത്തിലായിരുന്നു എന്ന് പറയുകയാണ്. അമ്മായിമാരും ഗോകുലും വേഗം തന്നെ കൺമണി വരച്ച ഡിസൈൻ എവിടെയെന്ന് ചോദിച്ച് ചെല്ലുകയാണ്. കൺമണി അവർക്ക് ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ കൺമണി വരച്ച ഡിസൈൻ കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അമ്മായിമാരും ഗോകുൽ കൺമണി അഭിനന്ദിക്കുകയാണ്. ഈ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട്, ഈ പ്രോജക്റ്റ് എന്തായാലും മലികയ്ക്ക് തന്നെ കിട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ അപ്പയുടെ തലയിൽ ഒരു പൊൻതൂവലും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൺമണി അഭിനന്ദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല സന്തോഷമാവുകയാണ്. അമ്മായിമാർ അവിടുത്തെ പോയ ശേഷം ഗോകുൽ വീണ്ടും കൺമണി അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൺമണിക്കാകെ സന്തോഷമായിട്ട്, നീ പറഞ്ഞാൽ അത് അച്ചട്ടായിരിക്കും, എനിക്ക് ഇപ്പോഴാണ് ഒരു ആത്മവിശ്വാസം വന്നതെന്ന് പറയുകയാണ് കൺമണി. കാണിക്കുന്ന മാനസിയാണ്. മാനസ ഫോൺ എടുത്തിട്ട് ശ്രീദേവിയെ വിളിക്കുകയാണ്. ശ്രീദേവിയോട്, എന്തായി ശ്രീദേവി, നീ ഡിസൈൻ വരച്ചോ എന്ന് ചോദിക്കുകയാണ്. ശ്രീദേവി, ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. മാനസ പിന്നെ ശ്രീദേവിയോട്, ഇന്ന് നിന്റെ ദിവസമാണ്, നിന്റെ ഡിസൈനാണ് ഇന്ന് അപ്രൂവ് ആകാൻ പോകുന്നത്. എന്നാൽ അത് കേട്ട് ശ്രീദേവി, അതെങ്ങനെ ശരിയാകും മാഡം, കൺമണിയും ഡിസൈൻ വരയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസ, നീ അതോർത്തൊന്നും പേടിക്കേണ്ട, കൺമണിക്ക് ഞങ്ങൾ നല്ലൊരു പണി വെച്ചിട്ടുണ്ട്, കൺമണിയുടെ ഡിസൈൻ എന്തായാലും അങ്ങോട്ട് എത്തില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആകെയുള്ള ഡിസൈൻ നിന്റേതായതുകൊണ്ട് നിന്റെ ഡിസൈൻ തന്നെ അപ്രൂവ് ആകുമെന്ന് പറയുകയാണ്. ഇത്രയും വലിയ കൺമണി വരച്ച ഡിസൈൻ പോലും അപ്രൂവ് ആകുമെന്ന് കൺമണിക്ക് സംശയമാണ്. അപ്പോഴാണ് മാനസ തല വരച്ചാൽ കാലാകുന്ന ശ്രീദേവിയുടെ ഡിസൈൻ അപ്രൂവൽ കിട്ടുമെന്ന് തള്ളി മറിച്ചു നിൽക്കുന്നത്. എന്നാൽ അതെല്ലാം കേട്ട് ശ്രീദേവിക്ക് സന്തോഷമാവുകയാണ്. ശ്രീദേവി പിന്നെ മാനസിയോട്, മാഡം എന്നോട് ഇതുപോലെ മുമ്പും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പപ്പടം പൊടിയുന്ന പോലെ പൊടിയാറാണ് പതിവ്, അതും ഇത്തവണ ആവർത്തിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. നീ എന്നെ കളിയാക്കുവാണോടി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി, അയ്യോ മാഡം, ഞാൻ മാഡത്തിനെ കളിയാക്കിയതല്ല, ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. മാനസ, ഇത്തവണ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കും, കൺമണിക്ക് നല്ല പണി കിട്ടും, നീ ധൈര്യമായിട്ട് ഓഫീസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് ശ്രീദേവി ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാണിക്കുന്ന വരുണാണ്. വരുൺ കൺമണിയുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. കൺമണി ആ ഡിസൈനുമായിട്ട് അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പൂജിക്കുന്നതിന് വേണ്ടിയാണ് ചെന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് വരുൺ കൺമണിയെ മാറി നിന്ന് ഒരു മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചു നിന്ന് നോക്കുകയാണ്. കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, അതാണ് വരുണിന്റെ പ്ലാൻ. ഈ സമയത്ത് മാനസയുടെ കോൾ വരികയാണ്. മാനസ വരുണോട്, എന്താ ഈ ഡിസൈൻ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. വരുൺ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വരുൺ, ഞാനിപ്പോൾ കൺമണിയുടെ പുറകെ തന്നെയുണ്ട്, അധികം വൈകാതെ കൺമണിയുടെ കയ്യിലുള്ള കൺമണി വരച്ച ഡിസൈൻ ഞാൻ അടിച്ചു മാറ്റുമെന്ന് പറയുകയാണ്. കൺമണിക്ക് ഞാൻ നല്ല പണി കൊടുക്കുമെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് മാനസ ഫോൺ വെക്കുകയാണ്. കൺമണി ഉണ്ണിത്തിരുമേനിയെ കാത്ത് അവിടെ നിൽക്കുകയാണ്, അമ്പലത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഉണ്ണിത്തിരുമേനി വന്നിട്ടില്ല. ഉണ്ണിത്തിരുമേനി കാൽമ പനി വന്ന് ആബ്സെന്റ് ആണ്. കൺമണി, എന്ത് പറ്റി ഉണ്ണിത്തിരുമേനിക്ക്, എന്റെ ഈ ഡിസൈൻ ഒന്ന് പൂജിക്കേണ്ടതായിരുന്നു. കുറച്ചു നേരം നിന്ന ശേഷം കൺമണി ഉണ്ണിത്തിരുമേനിയെ കാണാൻ സാധിക്കാതെ വിഷമത്തോടുകൂടി അവിടെ പോവുകയാണ്. കാണിക്കുന്ന കൃഷാണ്. കൃഷ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് വന്ന് കയറിയിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ദേവിക്ക് മഹിയും, കൺമണി എവിടെയാന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ, അയ്യോ കൺമണി ഇതുവരെയായിട്ട് വന്നില്ല എന്ന് ചോദിക്കുകയാണ്. ദേവിക്ക്, കൺമണി ഇതുവരെയായിട്ട് വന്നില്ല, കൺമണി വേഗം വരണമെന്ന് പറയുകയാണ്. നമ്മുടെ ക്ലയന്റ് ഇപ്പോൾ വരും, കൺമണി വന്നില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പോൾ കൃഷ, കൺമണി ആ ഡിസൈനുമായിട്ട് അമ്പലത്തിലേക്ക് പോയിരിക്കുകയാകും, അമ്പലത്തിൽ ആ ഡിസൈൻ പൂജിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാകും എന്ന് പറയുകയാണ്. അധികം വൈകാതെ കൺമണി വരും എന്ന് പറയുകയാണ് കൃഷ്. കാണിക്കുന്ന കൺമണി ആ ഡിസൈനുമായിട്ട് ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ വരികയാണ്. എന്നാൽ വരുൺ അവിടെ കണ്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. വരുൺ കൺമണിയെ തടഞ്ഞിങ്ങനെ നിർത്തുകയാണ്. കൺമണി നല്ല ദേഷ്യത്തിൽ വരുണോട്, എന്ത് വേണം, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് എന്നെ തടയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യത്തിൽ, അയ്യോ കൺമണി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്കിപ്പോൾ നിന്നെ ഒന്നും ചെയ്യേണ്ട, ഞാനിപ്പോൾ നിനക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത്, നീ കഷ്ടപ്പെട്ട് വരച്ച, തല പകച്ചു വരച്ച നിന്റെ കയ്യിലുള്ള ഡിസൈനാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആ ഡിസൈൻ വേണം, എന്നിട്ട് നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളാൻ പറയുകയാണ്. നിന്റെ ചേട്ടൻ മനോജ് എനിക്ക് നല്ല പണി തന്നതാണ്, നിന്റെ ചേട്ടനും നിനക്കുള്ളൊരു പണി ആ ഡിസൈനിൽ ഞാൻ ഒതുക്കിക്കോളാം, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, മര്യാദയ്ക്ക് ആ ഡിസൈൻ തരാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. ഇറങ്ങി പോടാന്ന് കൺമണി നല്ല ദേഷ്യം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ തട്ടിപ്പറിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. കൺമണിയും വരുണും ആ ഡിസൈൻ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്. വരുൺ കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ തട്ടിപ്പറിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കൺമണി അതിനെ പ്രതിരോധിക്കുകയാണ്. കൺമണി ആ ഡിസൈനുമായിട്ട് വേഗം തന്നെ അവിടെ ഓടുകയാണ്. കാണിക്കുന്നത് കൃഷിന്റെ ഓഫീസാണ്. ദേവ്ജിയും മഹിയും കൺമണിയുടെ വരവും കാത്ത് ഓഫീസിലെ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി വരികയാണ്. ശ്രീദേവി ആ ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദേവ്ജിയും മഹിയും ശ്രീദേവി അഭിനന്ദിക്കുകയാണ്.
മുമ്പത്തേക്കാട്ടും നന്നായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അഭിനന്ദിക്കുകയാണ്. തുടർന്ന് ഡിസൈനുമായിട്ട് ശ്രീദേവി അകത്തേക്ക് പോയ ശേഷം ദേവ്ജിയും മഹിയും പിന്നെ സംസാരിക്കുന്നത് ശ്രീദേവിയുടെ ഡിസൈനെ കുറിച്ചാണ്. മഹി ശ്രീദേവി വരച്ച ഡിസൈൻ കുഴപ്പമില്ല എന്ന് പറയുകയാണ്, പക്ഷെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുകയാണ്. പക്ഷെ കൺമണിയുടെ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അത് കൺമണിക്ക് തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റ് കിട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. കൃഷി വന്നത് ദേവ്ജിയോടും മഹിയോടും ഞാൻ കൺമണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കൺമണി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ കൺമണിയെ കുറിച്ചാണ് പറയുന്നത്. ഈ കൺമണിക്ക് എന്താണ് ഒരു ഉത്തരവാദിത്തമില്ലാത്തത്, എന്തുകൊണ്ടാണ് കൺമണി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എന്തുകൊണ്ടാണ് കൺമണി കറക്റ്റ് സമയത്ത് ഓഫീസിലേക്ക് വരാത്തത്, ഈ കൺമണി വല്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതാകുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ദേവ്ജി കൃഷ്ണ തടയുകയാണ്. നീ പോയാൽ ശരിയാകില്ല, നീ പോയാൽ പിന്നെ നിന്നെ അന്വേഷിച്ച് മറ്റൊരാളെ പറഞ്ഞു വിടേണ്ടി വരും, അതുകൊണ്ട് നീ ക്ലയന്റ് വരുമ്പോൾ ക്ലയന്റിനെ സ്വീകരിക്കാൻ നീ ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറയുകയാണ്. നീ ഒന്ന് ക്ഷമിക്കുക, കൺമണി വരും എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഒരു ധൈര്യം കൊടുക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി വേഗം തന്നെ വരുണിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, ആ ഡിസൈനുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ വരുൺ കൺമണിയുടെ പുറകെ ഓടിച്ചെന്ന് കൺമണിയെ പിടിച്ചു വലിച്ച് കൺമണിയുടെ കയ്യിലുള്ള ആ ഡിസൈൻ തട്ടിപ്പറിച്ച് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുൺ കൺമണിയെ ഉന്തി താഴെയിടുകയാണ്. ഈ സമയത്ത് കൺമണിയും വരുണും നല്ല ഇടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് വരുൺ അവിടെ കിടന്ന ഒരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് കൺമണിയുടെ തലയ്ക്കടിച്ച് കൺമണിയെ ബോധം കെടുത്തി താഴെ വീഴ്ത്തുകയാണ്. കൺമണി അടികൊണ്ട് പരിക്ക് പറ്റി താഴെ വീഴുകയാണ്. ഈ സമയത്ത് വരുൺ കൺമണിയുടെ കയ്യിലുണ്ടായിരുന്ന ഡിസൈൻ എടുക്കുകയാണ്. തുടർന്ന് വരുൺ കൺമണിയുടെ മുൻപിൽ പോയിട്ട് കൺമണി എന്ന് നീട്ടി വിളിക്കുകയാണ്. പക്ഷെ കൺമണി കണ്ണു തുറക്കുന്നില്ല, കൺമണി ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് വരുണാകെ പേടിക്കുകയാണ്. ഈശ്വര, കൺമണി തട്ടിപ്പോയോ എന്ന് പേടിച്ച് വരുൺ വേഗം തന്നെ ആ ഡിസൈൻ കൺമണിയുടെ ആ ഡിസൈൻ എടുത്ത് വേഗം തന്നെ അവിടുന്ന് സ്ഥലം വിടുകയാണ്. പൊട്ടനും പോയി ചട്ടനും പോയി, ഡിസൈൻ കിട്ടി ഐലസ എന്ന് പറഞ്ഞു പാടിക്കൊണ്ട് വരുൺ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് കാണിക്കുന്ന വീണ്ടും കൃഷിയാണ്. കൃഷി നല്ല ടെൻഷനോട് കൂടി മഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ വിളിച്ചിട്ട് കൺമണി ഫോൺ എടുക്കുന്നില്ല, കൺമണിക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുകയാണ്, കൺമണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എനിക്ക് അതിന്റെ ഒരു റിയാക്ഷൻ എനിക്ക് കിട്ടുന്നതാണ്, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണ് മഹി, കൺമണിക്ക് എന്തൊരു ആപത്ത് സംഭവിച്ചിരിക്കുകയാണ്, അതല്ലാതെ കൺമണി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹി കൃഷ്ണൻ ആശ്വസിപ്പിക്കുകയാണ്. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണി ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, വഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണിയുടെ ഓട്ടോറിക്ഷ സുഹൃത്ത് വിശ്വേട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ്. വിശ്വേട്ടൻ വരുമ്പോൾ കൺമണി ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നതാണ് വിശ്വേട്ടൻ കാണുന്നത്. തുടർന്ന് വിശ്വേട്ടൻ വേഗം തന്നെ കൺമണിയുടെ അടുത്തേക്ക് ഓടിച്ചത് കൺമണി നീട്ടി വിളിക്കുകയാണ്. പക്ഷെ കൺമണി കണ്ണു തുറക്കുന്നില്ല, കൺമണിയുടെ ഞെറ്റിയെല്ലാം പൊട്ടി ചോര വരുന്നുണ്ട്. തുടർന്ന് വിശ്വേട്ടൻ വേഗം തന്നെ കൺമണിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷും ദേവ്ജിയും കൂടി സംസാരിക്കുന്നതാണ്. കൃഷാകെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷിയോടെ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ചോദിക്കുമ്പോൾ കൃഷ് കൺമണിക്ക് എന്തൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ദേവ് സാർ, ഞാനൊന്ന് കൺമണി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ദേവ്ജി നീ പോകണ്ട, നീ പോയാൽ ശരിയാകില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി വരികയാണ്. ശ്രീദേവിയെ കണ്ട് കൃഷ്ണൻ നല്ല സംശയം തോന്നി. കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ ശ്രീദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ശ്രീദേവിയോട് കൺമണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ്. മാനസ നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഈ കൺമണി വരാത്തതിന്റെ പുറകിൽ നിനക്ക് വല്ല പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞോ, അതല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലിക്കൊന്നു കളയുമെന്ന് പറഞ്ഞ് ശ്രീദേവിയെ ഭീഷണിപ്പെടുത്തുകയാണ് കൃഷ്ണൻ. എന്നാൽ അത് കേട്ട് ശ്രീദേവി ആകുന്ന പേടിക്കുകയാണ്. തുടർന്ന് ദേവിക്ക് ഇടപെട്ട് കൃഷ്ണനെ എടാ നിനക്കിത് എന്താണ് പറ്റിയത്, കൺമണി വരാത്തതിന് നീ എന്തിനാണ് ആ പാവം പിടിച്ച ശ്രീദേവിയെ വഴക്ക് പറയുന്നത്, നീ ഒന്ന് അടങ്ങ് കൃഷ്, കൺമണി വരും, നീ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണ ഒരു ധൈര്യം കൊടുക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ ഫോൺ എടുത്തിട്ട് വരുണെ വിളിക്കുകയാണ്. എന്തായി വരുണ, ഒന്നും അറിയാത്ത പോലെയാണ് മാനസ വരുണോട് ഫോണിലൂടെ സംസാരിക്കുന്നത്. തുടർന്ന് വരുൺ മാനസ എല്ലാം സക്സസ്, കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ ഞാൻ അടിച്ചു മാറ്റി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മാനസ വീണ്ടും ഒന്നും അറിയാത്ത പോലെ വരുണോട് ഫോണിലൂടെ വരുൺ നീ ഇതെന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ അയ്യോ മാനസിയല്ലേ പറഞ്ഞത് കൺമണി വരച്ച ഡിസൈൻ അടിച്ചു മാറ്റണമെന്ന്. എന്നാൽ അത് കേട്ട് മാനസ ഞാനത് എപ്പോൾ പറഞ്ഞു എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. മാനസ വരുണുമായിട്ടുള്ള ആ ഫോൺ റെക്കോർഡ് ചെയ്യുകയാണ്. മാനസിക്ക് ഇതിൽ യാതൊരു പങ്കില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. എന്നാൽ അത് കേട്ട് വരുൺ അത് ശരി, അപ്പോൾ ഇതെന്റെ തോന്നലാണോ എന്ന് ചോദിക്കുകയാണ് മാനസിയോട്. തുടർന്ന് മാനസ വീണ്ടും വരുണിനോട് ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് കൺമണി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വരുൺ വീണ്ടും മാനസിയോട് കൺമണിയെ ഞാൻ അടിച്ചു വീഴ്ത്തി, കൺമണിയുടെ ശല്യം ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. അവിടെ കിടക്കുന്നവരെ തടി കഷ്ടപ്പെടുത്ത് ഞാൻ കൺമണിയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്ത കൺമണി അവിടെ ബോധം കെട്ട് വീണു. എന്നാൽ അത് കേട്ട് മാനസ ഈശ്വര വരുൺ നീ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, കൺമണി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ കൺമണി ജീവനോടെ ഉണ്ടായാൽ എന്താ ഇല്ലെങ്കിൽ എന്താ, അതൊന്നും എന്റെ വിഷയമല്ല, കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ ഞാൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ്,
എന്നാൽ അത് കേട്ട് വീണ്ടും മാനസ അയ്യോ വരുൺ ഇത് എന്ത് അതിക്രമമാണ് കാണിച്ചത്. എന്നാൽ അത് കേട്ട മാനസിയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ വരുൺ പിന്നെ മാനസ നിന്റെ നാടകം നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് നീയാണ്, എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നീ നല്ല പിള്ള ചമയാൻ നോക്കണ്ട എന്ന് പറയുകയാണ്. നിനക്ക് കൈ നനയാതെ മീൻ പിടിക്കണം, നീ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെയുള്ള നിന്റെ ഈ അഭിനയം നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി. എന്നാൽ അത് കേട്ട് മാനസ പ്ലിങ് ആയി നിൽക്കുകയാണ്. ഇവൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വലിയ ഉടായ്പാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് മാനസ. തുടർന്ന് മാനസ പിന്നെ വരുൺ കൺമണിയെ ആക്രമിച്ചതിന് എന്തായാലും നിന്നെ തേടി പോലീസ് വരുമെന്ന് പറയുമ്പോൾ വരുൺ വീണ്ടും മാനസിയോട് എന്നെങ്ങാനും പോലീസ് പിടിച്ചാൽ ഞാൻ നിന്റെ പേരും പറയും, നീയും ഇതിൽ പ്രതിയാകുമെന്ന് പറയുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, നീയും കൂടി ഇതിലുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ വീണ്ടും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ വരുൺ നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, വേഗം തന്നെ ഒളിവിൽ പോയിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഓക്കെ അത് തന്നെയാണ് നല്ലത്, എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒളിവിൽ പോയിക്കോളാം എന്ന് പറയുകയാണ്. തുടർന്ന് മാനസ വീണ്ടും വരുണോട് കൺമണി വരച്ച ഡിസൈനെ കുറിച്ച് ചോദിക്കുകയാണ്. തുടർന്ന് വരുൺ ആ ഡിസൈൻ എന്റെ കയ്യിൽ തന്നെയുണ്ടെന്ന് പറയുമ്പോൾ മാനസ ആ ഡിസൈനിങ് നീ കയ്യിൽ വെക്കേണ്ട, നീ അത് ഇപ്പോൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞോളാൻ പറയുകയാണ്, കത്തിച്ച് കളഞ്ഞോളാൻ പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ശ്രീദേവിയെ വിളിക്കുകയാണ്. ശ്രീദേവി നീ ധൈര്യമായിരിക്കുക, കൺമണി വീണിരിക്കുകയാണ്, കൺമണിയുടെ കയ്യിലുള്ള ഡിസൈൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കൺമണി ബോധം ഇല്ലാതെ അവിടെ താഴെ വീണിരിക്കുകയാണ്, ഇന്നത്തെ ഡിസൈൻ നീ തന്നെ കൊണ്ടുപോകും, നീ തന്നെ ഇന്നത്തെ ഡിസൈൻ തൂക്കുമെന്ന് പറയുകയാണ്. ഇന്ന് നിന്റെ ദിവസമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത മോഹങ്ങൾ കൊടുക്കുകയാണ് മാനസ. എന്നാൽ അതെല്ലാം കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ശ്രീദേവി. തുറന്ന് കാണിക്കുന്നത് കൺമണിയും കൂട്ടിക്കൊണ്ട് വിശ്വാട്ടം ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ കൺമണിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.